അങ്ങനെ തലസ്ഥാന നഗരം ഒരു ചരിത്രത്തിനു കൂടി സാക്ഷിയാവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപീകൃതമായതിനു ശേഷം ആദ്യമായി BJP അധികാരത്തിലേക്ക്. കഴിഞ്ഞ 40 വർഷമായി LDF ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ മാർജിനിലാണ് BJP വിജയിച്ച് ഇപ്പോൾ അധികാര പഥത്തിലേക്ക് എത്തിച്ചേരുന്നത്. നേരത്തെ അവർ ഇതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തിരുന്നെങ്കിൽ ഇത്തവണ ഭരണം ഏറ്റെടുക്കും എന്നവർ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലും പ്രചരണ രംഗത്തും ഒത്തൊരുമയുടെ കാര്യത്തിലുമെല്ലാം നടത്തിയ നീക്കങ്ങൾ BJPക്ക് അനുകൂലമായി. മാത്രവുമല്ല, കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് തിരുവനന്തപുരത്തെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ഇതെല്ലാം BJPക്ക് വലിയ തരത്തിൽ സഹായകരമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തരത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞതാണ് അവരുടെ ആദ്യഘട്ട വിജയത്തിന് പിന്നിലെ രഹസ്യം. BJPക്ക് മുന്നിൽ പലതരത്തിലുള്ള കടമ്പകളുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലറുടെ ആത്മഹത്യ, സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിൽ നടന്ന മറ്റൊരു ആത്മഹത്യ, BJPയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സഹകരണ ബാങ്കിലെ പ്രശ്നങ്ങൾ, അങ്ങനെ വലുതും ചെറുതുമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിലും ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുമ്പോൾ അതവരുടെ നീക്കങ്ങളുടെ, അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ വിജയം എന്ന് തന്നെ പറയാൻ കഴിയും. പക്ഷേ ഇവിടെ അതല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അജണ്ടകൾ പ്രഖ്യാപിച്ചു തന്നെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കണം ഇത്തവണത്തെ പ്രചരണ പരിപാടികൾ എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ അതേക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാക്കി തന്നെയാണ് LDFും UDFും BJPയും എല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിനെത്തിയത്. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, സ്വർണ്ണപ്പാളി വലിയ തരത്തിൽ ജനങ്ങളിലെത്തിക്കുകയും മോഷണവുമായി ബന്ധപ്പെട്ട, ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ജനങ്ങളിൽ പറഞ്ഞു മനസ്സിലാക്കുവാനും BJPക്കും കോൺഗ്രസിനും കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് പല സ്ഥലങ്ങളിലും വലിയ തരത്തിലെ വിജയം വരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആ ഭരണവിരുദ്ധ വികാരങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു അജണ്ട എന്ന നിലയ്ക്ക് തന്നെ കോൺഗ്രസ് ശബരിമല വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അതിൻ്റെ വിജയം കൈവരിച്ചു. അത് നേതാക്കൾ ഒരു കാരണമായി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും കഴിഞ്ഞ 2 പ്രാവശ്യമായി നിയമസഭ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ CPIMന് ഇങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാജയമുണ്ടായതിനെക്കുറിച്ച് പാർട്ടി അന്വേഷിച്ചേ മതിയാവൂ. കാരണം വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളില്ലാത്തതിനപ്പുറത്തേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്താൻ വിദ്യാഭ്യാസ മേഖലയിലും ഗതാഗത മേഖലയിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന LDFന് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന മത്സരത്തിൽ ഉണ്ടായ പരാജയത്തെ പാർട്ടി പരിശോധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനി 4 മാസം കഴിയുമ്പോഴേക്കും വരുന്നത് സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഇത് ഒരു സെമി ഫൈനലാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് ഫൈനലായിരിക്കും. ഫൈനൽ എന്ന് പറയുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഫൈനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. ക്യാപ്റ്റനും നേതൃനിരയും എല്ലാത്തിനും പരിഹാരം കണ്ടെത്താൻ കഴിവുള്ളതുമായ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ മുന്നിൽ നിന്ന് നയിച്ചിട്ടും തെക്കൻ കേരളത്തിൽ CPIMന് അടിപതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൊല്ലം CPIMൻ്റെ ഉരുക്കുകോട്ട എന്നാണ് എപ്പോഴും പറഞ്ഞിരുന്നത്. കോർപ്പറേഷൻ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അവിടെയും CPIMന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തെക്കൻ കേരളത്തിൽ 3 MLAമാരാണ് UDFനുണ്ടായിരുന്നത്. ബാക്കി ഉള്ള സ്ഥലങ്ങളിലൊക്കെ LDFന് വലിയ മേധാവിത്വമുണ്ടായിരുന്നു. നിയമസഭയിൽ അത്ര മേധാവിത്വം ഉണ്ടായിരുന്നിട്ട് പോലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു രീതിയിലേക്ക് തടയിടാൻ LDFന് കഴിഞ്ഞില്ല. UDFന് അത് നേട്ടമായി മാറുകയും ചെയ്തു. വടക്കൻ കേരളത്തിലും ഇതുതന്നെ സംഭവിച്ചിരിക്കുന്നു. കണ്ണൂരിലും കോഴിക്കോട് ഒപ്പത്തിനൊപ്പം മത്സരിച്ച് കയറുവാൻ UDFന് കഴിഞ്ഞിരിക്കുന്നു. എറണാകുളവും ഒപ്പം തന്നെ തൃശ്ശൂരുമൊക്കെ ഇത്തവണ UDF കൈപ്പിടിയിലൊതുക്കി. കൃത്യം പറഞ്ഞാൽ മധ്യ കേരളം UDFനൊപ്പം എന്ന് തന്നെ പറയേണ്ടി വരും. കോട്ടയവും ഇടുക്കിയും എറണാകുളവും തൃശ്ശൂരും UDFനൊപ്പം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസ്സിന് അല്പം ഒരാവേശം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളം ഒപ്പം ഉണ്ടെങ്കിൽ
നിയമസഭ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കി മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPIM-ന് LDF-ന് പരാജയം തന്നെ നേരിടേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ തന്നെയായിരിക്കും പാർട്ടിയുടെ നീക്കമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിജയത്തിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും കോൺഗ്രസ് ഊറ്റം കൊണ്ടാൽ, മതിമറന്നു കഴിഞ്ഞാൽ, ഗ്രൂപ്പ് വഴക്കുണ്ടായാൽ, ഒപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ ചേരിപ്പോരുണ്ടായാൽ അവരും പരാജയത്തിൻ്റെ മണമറിയേണ്ടി വരും. BJP ആകട്ടെ കൃത്യമായ കൗശലത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. തലസ്ഥാനത്ത് കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർക്കുമുണ്ട്.